ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാമെന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: ഉത്തരാഖണ്ഡിന്റെ സമ്മർ ക്യാപിറ്റലായി തിരഞ്ഞെടുത്തത് ഏത് നഗരത്തെ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഗൈർസൈൻ ആണ്. അപ്പോൾ ഗൈർസൈൻ ആണ് ഉത്തരാഖണ്ഡിന്റെ സമ്മർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. വിജയികൾക്കുള്ള അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: KSRTCയുടെ പുതിയ MD മാനേജിംഗ് ഡയറക്ടർ ആരാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം ബിജു പ്രഭാകർ ആണ്. അപ്പോൾ ബിജു പ്രഭാകറിനാണ് ഇപ്പോൾ അധിക ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ KSRTCയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ബിജു പ്രഭാകർ ആണ്. അപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഇത് 6ാമത്തെ തവണയാണ്, 6ാമത്തെ MD ആണ് KSRTCയിൽ അവർ മാറി പരീക്ഷിക്കുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം ഇത് 6ാമത്തെ MD ആണ് ബിജു പ്രഭാകർ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിലെ സെക്രട്ടറിയാണ്. അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിലെ സെക്രട്ടറിയാണ് ആര്? ബിജു പ്രഭാകർ. അതുപോലെ ഇതിനു മുൻപ് ആരായിരുന്നു മാനേജിംഗ് ഡയറക്ടർ? MB ദിനേശ് ആയിരുന്നു KSRTCയുടെ പഴയ MD എന്ന് പറയുന്നത്. ഇപ്പോൾ ബിജു പ്രഭാകറിന് അധിക ചുമതല കൊടുത്തിരിക്കുന്നു. അദ്ദേഹം സാമൂഹ്യ നീതി വകുപ്പിന്റെ സെക്രട്ടറിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: COVID-19 പശ്ചാത്തലത്തിൽ ആന്ധ്രാപ്രദേശിലെ ടൈലേഴ്സിനും അതുപോലെ തന്നെ ബാർബർമാർക്കും അതുപോലെ അവിടെയുള്ള വാഷർമാനും സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന പാക്കേജ്. COVID-19 പശ്ചാത്തലത്തിൽ ആന്ധ്രാപ്രദേശിലെ ടൈലേഴ്സ്, അതുപോലെ ബാർബേഴ്സ്, അതുപോലെ വാഷർമാൻ ഇവർക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ആന്ധ്രാപ്രദേശിലെ ഗവൺമെന്റ് ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പാക്കേജിന്റെ പേരാണ് ജഗനന്ന ചേഡോഡു എന്നാണ് ആ പാക്കേജിന്റെ പേര്. ജഗനന്ന ചേഡോഡു. എന്താണ് ജഗനന്ന? അപ്പൊ നമുക്കറിയാം, ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. അപ്പോൾ ആ പേരുമായി സാമ്യമുള്ള ഒരു പാക്കേജാണ് ഇത് ജഗനന്ന ചേഡോഡു എന്ന് പറയുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശിനെ പറ്റി പറയുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമരാവതിയാണ്. അപ്പോൾ അമരാവതിയാണ് ക്യാപിറ്റൽ. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഗവർണർ എന്ന് പറയുന്നത് ബിശ്വഭൂഷൺ ഹരിചന്ദനാണ്. അപ്പോൾ ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് അവിടുത്തെ ഗവർണർ, ഇവിടുത്തെ ആന്ധ്രാപ്രദേശിലെ. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് YS ജഗൻമോഹൻ റെഡ്ഡി. അമരാവതിയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഏത് ഇന്ത്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് താരമാണ് ഡോപ്പിംഗ് ചാർജിൽ നിന്ന് മുക്തയായത്? നിങ്ങൾ ഇന്നത്തെ സ്പോർട്സ് പേജിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു താരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു, സഞ്ജിത ചാനൂസ്. ഈ 26 വയസ്സുള്ള മണിപ്പൂരുകാരിയെ ഇപ്പോൾ ഇമെയിൽ വഴി IWF മെയിൽ അയച്ചിരിക്കുകയാണ്. സോറി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, സാമ്പിൾ മാറിപ്പോയി എന്നുള്ള രീതിയിൽ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ 26-കാരിയായിട്ടുള്ള ഈ മണിപ്പൂരുകാരി ഇതൊന്നും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. പറയുന്നത് ഇതിന്റെ നഷ്ടപരിഹാരം തരണം, അല്ലെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് പറയണമെന്നുള്ള രീതിയിൽ അവകാശപ്പെട്ടിട്ടുണ്ട് സഞ്ജിത ചാനു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: അപ്പോൾ ഏത് ഇന്ത്യൻ താരത്തെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് താരമായ ഏത് താരത്തെയാണ് ഡോപ്പ് ടെസ്റ്റിൽ നിന്ന് ആ വിലക്ക് അതിൽ നിന്ന് മുക്തയായത്? നാലാമത്തെ ചോദ്യം ഇതാണ്: റൊമേനിയയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ രാഹുൽ ശ്രീവാസ്തവയാണ് റൊമേനിയൻ അംബാസഡർ. അപ്പോൾ റൊമേനിയയിലേക്ക് പുതിയൊരു നിയമനം വന്നിരിക്കുന്നു. പുതിയ അംബാസഡർ ആരാണ്? രാഹുൽ ശ്രീവാസ്തവ. ഇനി അടുത്ത ചോദ്യം ഇതാണ്: നഗരപ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പഞ്ചവടി യോജന ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ ഏത് പ്രദേശത്താണ്, ഏത് സംസ്ഥാനത്താണ് പഞ്ചവടി യോജന ആരംഭിച്ചിരിക്കുന്നത്? ഏത് സംസ്ഥാനത്തിലാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി, നഗരപ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പഞ്ചവടി യോജന ആരംഭിച്ചിരിക്കുന്നത്? ഉത്തരം ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയാണ് എന്താണ് ആരംഭിച്ചിരിക്കുന്നത്? പഞ്ചവടി യോജന. അവിടെ പാർക്കുകളും ഗാർഡനും വിശ്രമ സങ്കേതങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിമാചൽ പ്രദേശിൽ ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിന് 2 തലസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് സമ്മറിൽ ഷിംലയും
വിന്ററിൽ വന്നിട്ട് ധർമ്മശാലയും. അപ്പോൾ 2 തലസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശിനുള്ളത്. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ജയ്റാം താക്കൂറാണ്. അതുപോലെ ബണ്ടാരു ദത്തത്രേയയാണ് ഗവർണർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഴയ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ജയ്റാം താക്കൂറാണ്. ബണ്ടാരു ദത്തത്രേയ ആണ് ഗവർണർ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിന്റെ. 2 ക്യാപിറ്റലാണുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വേൾഡ് അക്രഡിറ്റേഷൻ ഡേ എന്നാണ്. വേൾഡ് അക്രഡിറ്റേഷൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 9-നാണ്. അപ്പോൾ ഓർക്കുക, വേൾഡ് അക്രഡിറ്റേഷൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 9-നാണ്. ഈ 2020 അക്രഡിറ്റേഷൻ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീം എന്ന് പറയുന്നത് അക്രഡിറ്റേഷൻ ഇംപ്രൂവിംഗ് ഫുഡ് സേഫ്റ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, അക്രഡിറ്റേഷൻ ഇംപ്രൂവിംഗ് ഫുഡ് സേഫ്റ്റി എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? അപ്പോൾ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ ഏത് എന്നുള്ളതാണ് ചോദ്യം. മാടപ്പള്ളിയാണ്. അപ്പോൾ കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ് ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത ബ്ലോക്ക് പഞ്ചായത്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ICC ക്രിക്കറ്റ് പുതുതായി ബാൻ ചെയ്ത ഒരു നിയമമുണ്ട്. ഈ നമ്മുടെ ക്രിക്കറ്റിൽ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോൾ ബോഡി ഇപ്പോൾ ICCയിൽ ഒരു വിവാദമായിരുന്ന ഒരു തീരുമാനത്തെ ഇപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് എന്നുള്ളതാണ്, എന്ത് നിയമമാണെന്നുള്ളതാണ്. പന്ത് ചുരുട്ട്, തുപ്പൽ ഉപയോഗിച്ച് പന്ത് ചുരട്ടി അതിനെ മിനുസപ്പെടുത്തുന്ന ഒരു ശീലം നമ്മുടെ ക്രിക്കറ്റ് കളിക്കാർക്കുണ്ട്. ആ ശീലത്തെയാണ് ബാൻ ചെയ്തിരിക്കുന്നത്. അതിനെ ICC ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അനിൽ കുംബ്ലെ അധ്യക്ഷനായിട്ടുള്ള ഒരു വിദഗ്ധ സമിതി ഇതിന്റെ ഒരു നിർദ്ദേശം വച്ചിരുന്നു. അത് ICC ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ICC അത് അംഗീകരിച്ചുകൊണ്ട് തുപ്പൽ ഉപയോഗിച്ച് മിനുസപ്പെടുത്തുന്നതിനെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വാണിംഗ് ആ ടീമിന് ലഭിക്കും. 2 പ്രാവശ്യം വാൺ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ 5 റൺസ് വീതം ബാറ്റിംഗ് സൈഡിന് പെനാൽറ്റി ആയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ ആരെങ്കിലും ബോളിംഗ് ടീമിൽ നിന്ന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 5 റൺസ് പെനാൽറ്റി ഇവർക്ക് ലഭിക്കും. ആർക്ക് കിട്ടും? ബാറ്റിംഗ് സൈഡിനാണ് കിട്ടുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ICC ക്രിക്കറ്റ് പുതുതായിട്ട് ബാൻ ചെയ്തത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. പന്ത് തുപ്പൽ ഉപയോഗിച്ച് മിനുസപ്പെടുത്തുന്നതിനെയാണ് ബാൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം ഇതാണ്, റഷ്യയിലെ ഏത് ഹൈജംപ് താരത്തെയാണ് 4 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്? അപ്പോൾ വീണ്ടും ഒരു ഹൈജംപ് താരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഏത് താരം എന്നുള്ളതാണ് ചോദ്യം. അലക്സാണ്ടർ ഷുസ്തോവിനെയാണ് 4 വർഷം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉത്തേജക മരുന്നിൽ പിടിക്കപ്പെട്ട് പക്ഷേ യഥാസമയം ഹാജരാക്കാത്തത് കൊണ്ടാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 35 വയസ്സുള്ള അലക്സാണ്ടർ ഷുസ്തോവ് യൂറോപ്യൻ ഹൈജംപ് താരമാണ്, അല്ലെങ്കിൽ ഹൈജംപ് ചാമ്പ്യനാണ് ആര്? അലക്സാണ്ടർ ഷുസ്തോവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്, ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? രമൺ മാഗ്സസെ അവാർഡ്. രമൺ മാഗ്സസെ അവാർഡിനെയാണ് ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ രമൺ മാഗ്സസെ അവാർഡ്, ഇതിപ്പോൾ ഇവിടെ പറയാൻ കാര്യം 2020 രമൺ മാഗ്സസെ അവാർഡ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. COVID-19 പശ്ചാത്തലത്തിൽ രമൺ മാഗ്സസെ അവാർഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. അത് നീട്ടിവെച്ചിട്ടുണ്ട്, അത് ക്യാൻസൽ ചെയ്തു. 2020 ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. രമൺ മാഗ്സസെ എന്ന് പറയുന്നത് ഫിലിപ്പീൻസിന്റെ മുൻ പ്രസിഡന്റ് ആണ്, ഫോർമർ പ്രസിഡന്റ് ആണ് രമൺ മാഗ്സസെ. അപ്പോൾ ഈ ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്നാണ് രമൺ മാഗ്സസെ അവാർഡിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഉത്തരാഖണ്ഡിലെ പുതിയ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഒരിക്കൽ കൂടി ചോദ്യം പറയുകയാണ്, ഉത്തരാഖണ്ഡിലെ പുതിയ ബയോഡൈവേഴ്സിറ്റി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഇനി ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്